ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് ബി ആൻഡ് സിൻ്റെ മൊഡ്യൂൾ 1, അതായത് 2024 സ്കീം പ്രകാരമുള്ള മാത്സ് ആണ് കേട്ടോ. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലേ? അപ്പം എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് ഒന്ന് നോക്കാം. അപ്പം നോക്കിക്കേ, ഇപ്പം സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു 2 ഡയമെൻഷനിലാണ്, അതായത് എക്സിനെയും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സെഡ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഷോസ് ദ വാല്യൂ ഓഫ് സെഡ് ചേഞ്ചസ് ഇഫ് വൈ ഓർ എയ്തർ വൈ ഓർ എക്സ് ഹെൽഡ് ഫിക്സ്ഡ്. അതായത് ഞാനിപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുകയാണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നാണ് പറയുക. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ എന്ന് പറയുന്ന വേരിയബിൾ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. എന്നിട്ട് എക്സിനനുസരിച്ചിട്ട് സെഡിന് ഉണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? വേരിയേഷൻ മീൻസ് ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തായിരിക്കും കോൺസ്റ്റൻറ്റ്? വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. സിമിലർലി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഉണ്ട്. വൈ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. എക്സ് എന്ന് പറയുന്ന അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലൈവ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൽ ഐഡിയൽ ഗ്യാസ് ലോ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ഉണ്ട്, ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയൽ ഗ്യാസ് ലോയിൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. പ്രഷർ ഈസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഒരു ഫിസിസ്റ്റ് പ്രഷറിൻ്റെ വേരിയേഷൻ നമുക്ക് ഫിസിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് മറ്റേ ടേം എന്ത് ചെയ്യുന്നു? വേരി ചെയ്തിട്ട് പ്രഷറിനുണ്ടാകുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്നു. ഓക്കെ, ഫിസിസ്റ്റ് സ്റ്റഡിയിങ് ഗ്യാസസ് മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഇഫ് ദ വോളിയം ഈസ് ഹെൽഡ് ഫിക്സ്ഡ്. ഒന്നുകിൽ വോളിയം നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം, ആൻഡ് ടെമ്പറേച്ചർ ഈസ് അലൗഡ് ടു വേരി. അതായത് വോളിയത്തിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ടെമ്പറേച്ചറിനെ വേരി ചെയ്യാം, അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ ഫിക്സ് ചെയ്തിട്ട് വോളിയത്തിനെ നമുക്ക് എന്ത് ചെയ്യിക്കാം? വേരി ചെയ്യിക്കാം. ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രഷറിനുണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? റിയൽ ലൈഫ് എക്സാമ്പിളാണ്, ഈ ഒരു എക്സാമ്പിളാണ് മിസ്സി പറഞ്ഞത്. ഓക്കെ, നമുക്കിവിടെ അറിയേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഒരു ഗിവൺ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഡെഫിനിഷൻ ഉണ്ട്, എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. നോക്കിക്കേ, ഡെഫിനിഷനാണേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ നൊട്ടേഷൻസ് അതാദ്യം നമുക്ക് പഠിക്കാം. നൊട്ടേഷൻസ് ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ വരും: എഫ് എക്സ്, എഫ് വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ സെഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് കേട്ടോ. ഇനി നോക്കിക്കേ, ഞാനിവിടെ എഫ് എക്സ് കൺസിഡർ ചെയ്യാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതാണ് ഡെഫിനിഷൻ കേട്ടോ. എന്തായാലും ഡെറിവേറ്റീവ് ആണല്ലോ, ഡെറിവേറ്റീവ് ആണ്. സോ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ വൈ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്,
ഫംഗ്ഷനിൽ എക്സ് ഈസ് അലൗഡ് ടു വേരി ബട്ട് വൈ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഞാൻ വൈ നോട്ടായിട്ട് എടുത്തേക്കുവാണേ. വൈ നോട്ട് എന്ന് വെച്ചാൽ അത് കോൺസ്റ്റൻ്റ് എന്ന് കാണിക്കുന്നതാണ് കേട്ടോ, കോൺസ്റ്റൻ്റ്. ഓക്കെ, ഈ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ നമ്മൾ 12th പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ഡി ബൈ ഡി എക്സിൻ്റെ ഡെഫിനിഷനാണ് ഇത് കേട്ടോ. ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സ് കിട്ടും. അവിടെ വൈ കോൺസ്റ്റൻറ്റും എക്സ് വേരിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയും. ഇത് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ ഒരു ഡെഫിനിഷനൊന്നും ആവശ്യമില്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മിസ് ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞു തന്നത്. പ്രോബ്ലം ചെയ്യാൻ നമുക്കിത് വരുന്നില്ല, ആവശ്യം വരുന്നില്ല. സിമിലർലി നമുക്ക് എന്ത് വേണം? എഫ് വൈ വേണം അല്ലേ? സോ നമുക്ക് അതുപോലെ നമുക്ക് എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് എഫ് വൈ? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. എഫ് വൈ എന്ന് പറയുന്നത് എഫ് വൈ which is equal to എന്താണ്? ഡി ബൈ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ. ഓക്കെ, അപ്പോൾ എഫ് വൈ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് കോൺസ്റ്റൻറ്റ്? എക്സ് ആണ് കോൺസ്റ്റൻറ്റ്, വൈ ആണ് അവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ലിമിറ്റ് വൈ ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ ആണ് വേരി ചെയ്യുന്നത്. വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ദിസ് ഈസ് വാട്ട്? എഫ് വൈ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു, എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നതും പഠിച്ചു, അതിൻ്റെ നൊട്ടേഷൻസും പഠിച്ചു അല്ലേ. നമ്മൾ ഇനി നേരെ പോകുന്നത് പ്രോബ്ലംസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് എഫ് എക്സ് ഓഫ് 1,3 and fy of 1,3 for the function f of xy equal to 2x cube y square plus 2y plus 4x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആദ്യം എടുത്ത് എഴുതാം. ഗിവൺ എഫ് ഓഫ് എക്സ് കോമ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 2x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 4x. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സ് ആണ്. എഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ 2x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 4x ആണല്ലോ. ഡോ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ എക്സ് ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഡോ ബൈ ഡോ എക്സ് നമ്മൾ ഓരോ ടേംസിലും നമ്മൾ എന്ത് ചെയ്യണം? ഡോ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടേം എടുക്കുമ്പോൾ 2y സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 2 ഇൻറ്റു വൈ സ്ക്വയർ അതുപോലെ എഴുതി. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ്? നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണല്ലോ. അതുപോലെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തുമായിരിക്കും? അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ? 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? 2y സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y ചെയ്യുമ്പോൾ അത് 0 പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x ചെയ്യുമ്പോൾ 4 കോൺസ്റ്റൻ്റ് പുറത്തെടുത്ത് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 1 ആണ്. 4 ഇൻറ്റു 1 വിൽ ബിക്കംസ് 1. 4 into 1 will becomes 4. Okay, so 2 into 3 6 y square x square plus 4 ഇതല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത് ആണല്ലോ. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? എഫ് എക്സ് ഓഫ് 1,3 അല്ലേ. അപ്പോൾ എഫ് എക്സ് ഓഫ് 1,3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 1ഉം വൈക്ക് 3യും കൊടുക്കണം. അപ്പോൾ 6 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 4. അപ്പോൾ എത്ര കിട്ടും? 3 സ്ക്വയറിൻ്റെ വാല്യൂ 9 ഇൻറ്റു 6 50
4 54 പ്ലസ് 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വിൽ ബിക്കംസ് 58. ഇപ്പോൾ കിട്ടിയല്ലേ? എത്ര കിട്ടിയ ആൻസർ? 58 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതുപോലെ നമുക്ക് എന്ത് വേണം? FY of 1,3 കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, FY of 1,3 എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? 2x³ y² പ്ലസ് 2y പ്ലസ് 4x. ഓക്കെ, ഡോ ബൈ ഡോ വൈ ഓഫ് 2x³ y² പ്ലസ് 2y പ്ലസ് 4x. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ. ഡോ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ 2x³ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. ദെൻ y² ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു വൈ അല്ലേ? 2 ഇൻറ്റു വൈ റൈസ് ടു 1 ദാറ്റ് ഇസ് 2y പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2y എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1 ദാറ്റ് ഇസ് 2 ഇൻറ്റു 1 ദാറ്റ് ഇസ് 2 പ്ലസ് 4xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് വിൽ ബിക്കംസ് 0. സോ ബാക്കി നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു 2 4 4x³ y പ്ലസ് 2 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? FY ഓഫ് 1,3 ആണ്. ഇവിടെ ഒരു തിരുത്തുണ്ട്. FY ഓഫ് x, y ഇവിടെ x, y എന്ന് ആക്കിക്കോണേ. ഇനി നമുക്ക് FY ഓഫ് 1,3 കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിന് നിങ്ങൾ 1 കൊടുക്കുക, വൈക്ക് 3 കൊടുക്കുക. 4 ഇൻറ്റു 1³ ഇൻറ്റു എന്ത് കിട്ടും? ഇൻറ്റു 3 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12 12 പ്ലസ് 2 14. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 14 കിട്ടി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡോ z ബൈ ഡോ എക്സ് ആൻഡ് ഡോ z ബൈ ഡോ വൈ ഇഫ് z ഈക്വൽ ടു x റൈസ് ടു 4 സൈൻ xy³. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡോ z ബൈ ഡോ എക്സും ഡോ z ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ദ ഗിവൺ ഫംഗ്ഷൻ z ഈക്വൽ ടു x റൈസ് ടു 4 ഇൻറ്റു സൈൻ xy³ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ദ ഗിവൺ ഫംഗ്ഷൻ z ഇസ് ഈക്വൽ ടു x റൈസ് ടു 4 ഇൻറ്റു സൈൻ xy³ ആണല്ലോ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡോ z ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ z ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സോ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? x റൈസ് ടു 4 ഇൻറ്റു സൈൻ xy³. ഓക്കെ, സോ x റൈസ് ടു 4 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്? ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ വൈൻ്റെ ടേം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വൈൻ്റെ ടേം എന്ന് പറയുമ്പോൾ y³ കോൺസ്റ്റൻ്റ്, നമുക്ക് അതിനങ്ങ് പുറത്തെടുക്കാം. ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റൈസ് ടു 4. ഒരു സെക്കൻഡ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക്നെസ്സിന് പറ്റിയിട്ടുണ്ട്. ഇവിടെ സൈൻ ഓഫ് xy³ ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റൈസ് ടു 4 സൈൻ xy³. അപ്പോൾ ഇതും ഇവിടെ ഫസ്റ്റ് ടേമിലും എക്സ് ഉണ്ട്, സെക്കൻഡ് ടേമിനകത്ത് സൈനിൻ്റെ ഉള്ളിലും എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നോക്കിക്കേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. എന്താണ് പ്രോഡക്റ്റ് റൂൾ പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് u v ഇസ് ഈക്വൽ ടു u ഇൻറ്റു v ഡാഷ് പ്ലസ് v ഇൻറ്റു u ഡാഷ് ആണല്ലോ. ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു v മീൻസ് ഫസ്റ്റ് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ xy³ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ xy³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റൈസ് ടു 4 ഇങ്ങനെയാണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ xy³ നമ്മൾ എങ്ങനെ ചെയ്യും? സൈൻ xy³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് xy³ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് xy³. ചെയിൻ റൂള് കേട്ടോ, ചെയിൻ റൂളാണ് നമ്മൾ 12th പഠിക്കുന്നത് തന്നെയാണ്.
ഇവിടെ ഒന്നുകൂടെ പറയുക, സൈൻ എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ക്യൂബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ക്യൂബ് കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ തന്നെ ചെയിൻ റൂൾ എന്നാണ് പറയുന്നത്. സോ സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റൈസ് ടു 4 എന്താ 4 ഇൻറ്റു എക്സ് ക്യൂബ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ക്യൂബ് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, വൈ ക്യൂബ് കോൺസ്റ്റൻ്റ് അതുപോലെ ഇടുക, വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് സൈൻ എക്സ് വൈ ക്യൂബ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? ആൻസർ എത്ര കിട്ടി? എക്സ് റൈസ് ടു 4 കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു വൈ റൈസ് ടു 3. ഒന്ന് നീറ്റായിട്ട് എഴുതി തരാവേ. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? എക്സ് റൈസ് ടു 4 വൈ ക്യൂബ് കോസ് എക്സ് വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് സൈൻ എക്സ് വൈ ക്യൂബ്. ഓക്കെ, നമുക്കിത് കിട്ടി, ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഡോ ഇസഡ് ബൈ ഡോ വൈ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡോ ഇസഡ് ബൈ ഡോ y. So dou z by dou y which is equal to dou by dou y of z. Z ന്റെ വാല്യൂ എന്താ നമുക്ക് തന്നേക്കുന്നത്? x raised to 4 sin x y cube ആണല്ലോ, which is equal to dou by dou y of, with respect to y ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ x raised to 4 ഞാൻ പുറത്തെടുത്തേ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് വൈ ക്യൂബ് എന്നല്ലേ വരുന്നത്, is equal to x raised to 4 into dou by dou y of sin x y cube വരുമ്പോഴത്തേക്കും സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇൻറ്റു വൈ ക്യൂബ്. എന്താ? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ഇൻറ്റു കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തേ, വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു വൈ? 3 ഇൻറ്റു വൈ സ്ക്വയർ. അന്നേരം നമുക്ക് എന്ത് കിട്ടും ആൻസർ? എക്സ് റൈസ് ടു 4, ഇവിടെ ഒരു എക്സ് ഇല്ലേ, എക്സ് മീൻസ് എക്സ് റൈസ് ടു എക്സ് റൈസ് ടു 4, ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ, അപ്പോൾ എക്സ് റൈസ് ടു 1, അപ്പോൾ എക്സ് റൈസ് ടു 4 ഇൻറ്റു എക്സ് റൈസ് ടു 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് റൈസ് ടു 5 അല്ലേ, ഒരു 3 ഉണ്ട്, അത് മിസ് ആദ്യം എഴുതി. ഓക്കെ, ഇൻറ്റു വൈ സ്ക്വയർ ദെൻ കോസ് എക്സ് വൈ ക്യൂബ്, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 3x റൈസ് ടു 5 വൈ സ്ക്വയർ കോസ് എക്സ് വൈ ക്യൂബ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇൻ ദ എക്സ് ഡിറക്ഷൻ അറ്റ് ദ പോയിന്റ് 1,2 given f of xy equal to x square y plus 5y cube. Second question, find the slope of the surface z equal to f of xy in the y direction at the point 1, -2. Now question, find the slope of the surface z equal to f of xy in the x direction at the point 1, 2 എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എന്നാണ്. ഇൻ ദ എക്സ് ഡിറക്ഷൻ മീൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് അതിൻ്റെ മീനിങ്. സോ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഡോ സെഡ്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സെഡ് ആണല്ലോ, അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് കേട്ടോ. എക്സ് അറ്റ് ദ പോയിന്റ് 1, 2, എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോഴത്തേക്കുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഗിവൺ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എന്താണ്? എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y ക്യൂബ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2xy
plus 5y cube derivative with respect to x ചെയ്യുമ്പോൾ 0. Okay, so വാല്യൂ എന്താണ് 2xy ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into 1 into 2. So the answer will become 4. Okay, clear. Xന്റെ വാല്യൂ 1 and yന്റെ വാല്യൂ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് z equal to f of xy in the y direction at the point 1, -2. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തേക്കാം. അപ്പോൾ ബി എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് z equal to f of xy in the y direction ആണ്. അതായത് ഡോ z ബൈ ഡോ y അറ്റ് ദ പോയിന്റ് 1, -2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഡോ ബൈ ഡോ y ഓഫ് സെഡിൻ്റെ വാല്യൂ ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ വൈ പ്ലസ് 5 into y cube ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈൻ്റെ വാല്യൂ 1 പ്ലസ് 5 into ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് എന്താണ്? 3 into y സ്ക്വയർ ആണല്ലോ. ദെൻ നമുക്ക് വാല്യൂ കൊടുക്കണം 1, -2. Then which is equal to x square plus 5 into 3 15 y square ആണല്ലോ. Then values substitute ചെയ്യുക 1, -2. Then xന് 1 കൊടുക്കുക, yക്ക് -2 കൊടുക്കുക. So xന് 1 കൊടുക്കുമ്പോൾ 1 square plus 15, yന് -2 കൊടുക്കുമ്പോൾ -2 into square, that is 4 ആണല്ലോ. നേരെ എന്ത് കിട്ടും? 15 into 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 60 അല്ലേ. 60 plus 1 61. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 61. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x cube y square. ഫൈൻ എഫ് എക്സ് ഓഫ് എക്സ് വൈ, എഫ് ഐ ഓഫ് എക്സ് വൈ, എഫ് എക്സ് ഓഫ് 1, y, എഫ് എക്സ് ഓഫ് എക്സ് 1, എഫ് വൈ ഓഫ് 1, y, എഫ് വൈ ഓഫ് എക്സ് 1, എഫ് എക്സ് ഓഫ് 1, 2, എഫ് വൈ ഓഫ് 1, 2. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. 13 പോയിന്റ്, ഒരു സെക്കൻഡ് മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. 13.3 എക്സസൈസ് 13.3യിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ ഒരു എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാണ്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എഫ് എക്സ് ഓഫ് എക്സ് വൈ. സോ സിമ്പിൾ ആണല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ 3x cube y square വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3 into y square കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3 into x square ആണല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 into 3 9x square y square. ഇതാണ് നമ്മുടെ എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 9x square y square. സിമിലർലി അടുത്ത് എഫ് വൈ ഓഫ് പി ഇവിടെ ചെയ്യുവാണേ. എഫ് വൈ ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് 3x cube y square വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ 3x cube നമുക്ക് പുറത്തെടുക്കാം. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എന്താണ്? 2y ആണ് ആണല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 into 2 6x cube y. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് വൈ ഓഫ് എക്സ് വൈയും കിട്ടി അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? എഫ് എക്സ് ഓഫ് 1, y ആണ് വേണ്ടത്. എഫ് എക്സ് ഓഫ് 1, y. നെക്സ്റ്റ് സി എന്താണ്? എഫ് എക്സ് ഓഫ് 1, y. 1, y എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് എന്തിട്ട് കൊടുക്കുക? എഫ് എക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 9x square y square. ഇതിൽ എക്സിന് 1 ഇട്ട് കൊടുക്കുക, y തന്നെ. അപ്പോൾ എന്നേരം എന്ത് കിട്ടും? 9 into എക്സിന് എന്ത് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. 1 square into വൈക്ക് y തന്നെ, y square. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 9y square. ഓക്കെ, അതുപോലെ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എഫ് എക്സ് ഓഫ്
fx of x comma 1 d fx of x comma 1. What is fx? 9x square y square. അതിൽ xന് x തന്നെ കൊടുക്കുക, yക്ക് 1 ഇട്ട് കൊടുക്കണം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 9 into xന് x തന്നെ ഇട്ട് കൊടുക്കുക, x square into 1 square. That is 9x square. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? fy of 1 comma y. fy of 1 comma y. fy നമുക്കറിയാം 6x cube y അല്ലേ? അതിൽ xന് 1 ഇട്ട് കൊടുക്കുക, yക്ക് y തന്നെ. ഓക്കെ, അടുത്ത എന്താണ്? എഫ് വൈ ഓഫ് 1 comma y which is equal to, what is fy? fiന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 6x cube into y അല്ലേ? fiന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? fi അതായത് 6x cube y. ഇതിൽ xന് 1ഉം yക്ക് yയും. അന്നേരം നമുക്ക് എന്ത് കിട്ടും? xന് 1 കൊടുക്കുമ്പോൾ 6 into 1 cube y, that is 6y. Answer will become 6y. അടുത്ത f എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? fy of x comma 1. fy of x comma 1 which is equal to, what is fy? fiന്റെ വാല്യൂ 6x cube y. ഇതിൽ xന് xും കൊടുക്കുക, yക്ക് 1ഉം കൊടുക്കുക. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 6 into x ക്യൂബ്. yക്ക് എന്ത് ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അന്നേരം നമുക്ക് എന്താ കിട്ടുക? 6x ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. fx 1 comma 2. fx 1 comma 2. what is fx? fxന്റെ വാല്യൂ എന്ന് പറയുന്നത്, fx of x comma y എന്ന് പറയുന്നത് 9x square y square ആണല്ലേ? അപ്പോൾ ഇതിൽ 1 comma 2, xന് 1ഉം yക്ക് 2 ഇട്ട് കൊടുക്കുക. സോ അന്നേരം എന്താ നമുക്ക് കിട്ടുക? സോ വിച്ച് ഈസ് ഈക്വൽ ടു 9 into 1 square into 2 square, which is equal to 9 into 4 അല്ലേ? 2 സ്ക്വയറിൻ്റെ വാല്യൂ 4. 9 into 4 എന്ന് പറയുന്നത് 36. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? f y of 1 comma 2. that is, what is fy of x comma y? 6x cube y ആണല്ലോ. ഇതിൽ xന് 1ഉം yക്ക് 2 ഇട്ട് കൊടുത്തേ നിങ്ങൾ. അന്നേരം എന്ത് കിട്ടും? 6 into 1 cube into 2. that is 6 into 2. the answer will be 12. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിച്ചത് അല്ലേ? ഇനി എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ വാട്സപ്പ് ചെയ്യുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.